പ്രേമൻ, നാമെല്ലാം ട്രെയിൻ യാത്ര നിരന്തരം ചെയ്യുന്നവരാണ്. അപ്പൊ കഴിഞ്ഞ ഒരു 2 യാത്രകളായിട്ട് നമ്മൾ കാണുന്നത് ശതാബ്ദിയുടെ ബോഗിയൊക്കെ മാറിയിട്ടുണ്ട്. ജനശതാബ്ദിയുടെ ഒക്കെ ബോഗി മാറിയിട്ടുണ്ട്, ഇന്റർസിറ്റിയുടെ ബോഗി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ ബോഗികൾ വരുന്നു. യാത്രയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ ശതാബ്ദി ഇതിനേക്കാളും സുഖമായിരുന്നു, സുഖമായിട്ടിരുന്ന് വരാൻ പറ്റുമായിരുന്നു. ഏതായാലും എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ബോഗികൾ മാറുന്നു? അങ്ങനെയെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ബോഗിയൊക്കെ എവിടെ പോയി? പഴയ ബോഗിയൊക്കെ, പഴയ ട്രെയിൻ ചിലർക്ക് ഇപ്പൊ പുതിയ LHB എന്ന് പറയും. മുഴുവൻ പേര് ലിങ്ക് ഹോഫ്മാൻ ബുഷ്, ജർമ്മൻ കമ്പനിയാണ്. അവരുടെ സാങ്കേതിക വിദ്യയിൽ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു ബോഗികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത, അതിനൊരു ജനറേറ്റർ വേണം. മുൻപ് ഓരോ ബോഗിക്കും പ്രത്യേകം വൈദ്യുതി ഉൽപാദന സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു ജനറേറ്റർ പുറകെ ഉണ്ടാവും, അല്ലെങ്കിൽ മുമ്പേ ഉണ്ടാവും. അതിൽ നിന്നുള്ള കറണ്ട് കണക്ഷനാണുള്ളത്. എഞ്ചിൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ടാവും. ഇതാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. പിന്നെ മറ്റ് ബോഗികളെ അപേക്ഷിച്ച് ഭാരക്കുറവാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലും അലൂമിനിയത്തിലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ധനക്ഷമത കൂടിയിട്ടുണ്ട് ഈ പുതിയ റാക്കുകൾ വന്നതിന് ശേഷം. കൂടാതെ ഇത് സുരക്ഷ ഒരു വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഈ ട്രെയിൻ കൂട്ടിയിടി ഉണ്ടാകുമ്പോൾ ഒരു ബോഗി ഒന്നിന്റെ മുകളിലേക്ക് ഓടിക്കയറുന്ന ഒരു രംഗമുണ്ട്. പക്ഷെ ഇവിടെ അതുണ്ടാവില്ല. ഇത് പൊതുവെ അപകട സാധ്യത കുറവാണ് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. പിന്നെ ഇപ്പൊ ചേട്ടന് പഴയ ജനശതാബ്ദിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് സുഖകരമെങ്കിൽ ഈ കാലെടുത്ത് പുറകിലെ സീറ്റിൽ വെക്കാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ഈ LHB റാക്കുകളിൽ കുറെ കൂടി സ്ഥല സൗകര്യമുണ്ട്, കുറെ കൂടി ലെഗ് സ്പേസ് ഉണ്ട്. പക്ഷെ കാലെടുത്ത് വെക്കാൻ പറ്റില്ല എന്ന് മാത്രമേ, കുറെ കൂടി സ്ഥല സൗകര്യമുണ്ട്. അത് അപ്പൊ അതിന്റെ കാരണം അതിന്റെ വലിപ്പവും കൂടുതലാണ്. മറ്റേ പഴയ ബോഗിക്ക് ഏതാണ്ട് 21.3 മീറ്റർ നീളമാണെങ്കിൽ ഇത് 23.3 മീറ്റർ നീളമുണ്ട്. അപ്പൊ അത്രയും അധികം. പിന്നെ ഓരോ ബോഗിക്കും അനുസരിച്ച് സീറ്റുകളുടെ എണ്ണത്തിൽ 8 മുതൽ 11 വരെ സീറ്റും വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു 22 അല്ലെങ്കിൽ 24 ബോഗികളുള്ള ഒരു ട്രെയിനിന് ഈ കുറെ കൂടി ഒരു 150 മുതൽ 200 വരെ അധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് ഈ LHB ട്രെയിനുകളുടെ പ്രത്യേകത. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു ബോഗി അഡീഷണൽ ആയിട്ട് ഇടുന്നതിന് പകരം നിലവിലുള്ള ട്രെയിനിൽ തന്നെ കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകാൻ റെയിൽവേക്ക് സാധിക്കും. അപ്പൊ അതിൻ്റെതായ വരുമാന വർധനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പൊതുവിൽ പറയുകയാണെങ്കിൽ മറ്റേ സിൽവർ ലൈനും സിൽവർ റെഡ്, ഇതാണ് അതിന്റെ കളർ കോമ്പിനേഷൻ. അപ്പൊ അതിൽ വരുന്നത് കൊണ്ട് കാണാനും ഒരു ഭംഗിയുണ്ട്. ഒരു യൂറോപ്യൻ ശൈലിയിലാണ് അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് പൊതുവിൽ നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്. അതെ, നല്ല ബാത്റൂം ഫെസിലിറ്റി, പിന്നെ മിററൊക്കെ അത്യാവശ്യം 2-3 സൈഡിൽ മിററൊക്കെ. അതെ. അപ്പൊ ഈ 2014 LHB ക്ലാസിഫിക്കേഷനിലുള്ള ട്രെയിൻ കോച്ചുകള് 2300 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് 42,600 ആയിട്ട് വർദ്ധിച്ചു. ഒരു വർഷം 4,500 എന്ന നിരക്കിലാണ് വർധന ഉണ്ടായേക്കുന്നത്. അപ്പൊ ഇത്രയധികം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും, ഈ പഴയ ട്രെയിനുകൾ എന്ത് ചെയ്യും? ഇപ്പൊ പഴയ ജനശതാബ്ദിയുടെ ബോഗിയൊക്കെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർസിറ്റി ദീർഘദൂര ട്രെയിനുകളെല്ലാം ഈ LHB ക്ലാസിഫിക്കേഷനിലോട്ട് മാറ്റി. ഇപ്പൊ രാജധാനി പോലെയുള്ള ദീർഘദൂര ട്രെയിൻ, അതുകൂടാതെയാണ് ഈ പ്രധാനപ്പെട്ട എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ. ഇപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ ലോക്കൽ പാസഞ്ചർ ട്രെയിൻ ഒഴിച്ച് ബാക്കി എല്ലാം ഈ LHBയിലേക്ക് തന്നെ പോകും. അപ്പൊ അതിന്റെ കാരണം 2 ഒന്ന് അതിന്റെ സുരക്ഷ, 2 അതിന്റെ വേഗത. പഴയ ട്രെയിനുകൾ പരമാവധി 110 കിലോമീറ്റർ വേഗതയിലാണ് യാത്ര ചെയ്യാൻ ശേഷിയുള്ളതെങ്കിൽ ഇത് 160 മുതൽ 200 കിലോമീറ്റർ വേഗതയിൽ വരെ പോകാൻ. ഇതിന്റെ ബോഡിക്ക് വെയിറ്റ് കുറവാണ്. പിന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കർശനമാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, യാത്രക്കാർക്കുള്ള സുഖകരമായ യാത്ര. മറ്റുള്ള ട്രെയിനുകളൊക്കെ കിടന്ന അടിയല്ലേ, ഭയങ്കര, നമുക്ക് രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ പോലും പറ്റില്ല കിടന്നടി. പക്ഷെ ഇതിന് വൈബ്രേഷൻ വളരെ കുറവാണ്. ഇല്ലാന്നല്ല, മറ്റതിനെ അപേക്ഷിച്ച് കുറവാണ്. കുറെ കൂടി ജർമ്മൻ കമ്പനിയാണ്. കുറെ കൂടി യാത്രക്കാർക്ക് സുഖകരമായ ഒരു അനുഭവമായിരിക്കും കിട്ടുക. കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടെന്നോ. അതെ. അപ്പോ ഈ രീതിയിൽ ഇന്ത്യൻ റെയിൽവേ അങ്ങനെ രൂപം മാറുമ്പോ സ്വാഭാവികമായിട്ടും ചോദ്യം, പഴയതൊക്കെ എന്ത് ചെയ്യും? കാര്യം ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ബൃഹത്തായ ഒരു നെറ്റ്വർക്കാണ്. എത്രമാത്രം ട്രെയിനുകൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണ എടുക്കാൻ പോലും പറ്റില്ല. കാര്യം ഒരേ റാക്ക് തന്നെ പല പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സർവീസ് നമുക്ക് പറ്റില്ല. അപ്പൊ ഈ പഴയ ട്രെയിനുകൾ എന്ത് ചെയ്യും എന്നുള്ള ചോദിച്ചാൽ അവിടെയാണ് മറ്റൊരു സാധ്യത. നമ്മൾ അറിയാതെ, നമ്മൾ കാര്യമായി ഗൗനിക്കാതെ ഇന്ത്യൻ റെയിൽവേയുടെ കയറ്റുമതി നടക്കുന്നുണ്ട്. അപ്പോ ഓരോ കഴിഞ്ഞ പതിറ്റാണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പതിറ്റാണ്ടിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് 31%
വർധനവാണ് ഇന്ത്യൻ റെയിൽവേയുടെ കയറ്റുമതി ഉണ്ടായിരിക്കുന്നത്. അത് പുതിയ ലോക്കോമോട്ടീവുകൾ കയറ്റിയേക്കുന്നത് പുതിയ നമ്മുടെ ഇവിടെ തന്നെ നിർമ്മിച്ച വന്ദേ ഭാരത് അടക്കം രൂപത്തിലും ശൈലിയിലും ഒക്കെ മാറ്റം വരുത്തി വന്ദേ ഭാരത് അടക്കം മെട്രോ റെയിൽ കോച്ചുകളടക്കം പുതിയത് നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. അത് വേറെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ അതേപോലുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ നമ്മൾ കയറ്റി അത് വേറെ. ഈ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും ഒരു അത്താണിയാണ് ഇന്ത്യൻ റെയിൽവേ. കാരണം അവർക്ക് പുതിയതായിട്ടൊരു ട്രെയിൻ വാങ്ങി സർവീസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പണച്ചെലവിന്റെ 40 മുതൽ 50% വരെ കുറഞ്ഞ തുകയ്ക്ക് ഇന്ത്യയുടെ ഉപയോഗിച്ച് കണ്ടം വാങ്ങിയതെല്ലാം അതെ, ഇന്ത്യ ഉപയോഗിച്ച് തള്ളിയത് അവർ പൊന്നും വില കൊടുത്ത് അല്ലെങ്കിൽ അവര് ഈ പറയുന്ന രീതിയിൽ ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കും, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ജ്വല്ലറിയുടെ പരസ്യമൊക്കെ ഒട്ടിച്ച ട്രെയിൻ അതേപടി അങ്ങ് കൊണ്ടുപോകുന്നു എന്നൊരു ചോദ്യം വരും. ഒരിക്കലും അങ്ങനെയല്ല. ഈ പഴയ ട്രെയിനുകൾ നേരെ പോകുന്ന വർക്ക്ഷോപ്പിലേക്കാണ്. വർക്ക്ഷോപ്പിൽ പോയിട്ട് റീഫർബിഷ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുക. അതായത് പഴയത് പുതുക്കുക. അത് പല തരത്തിലുണ്ട്. ഒന്ന് മിനിമം അതൊന്ന് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കുക. സീറ്റുകളൊക്കെ പഴയ സീറ്റുകളൊക്കെ മാറ്റി മര്യാദക്കുള്ള സീറ്റുകളാക്കുക. അതിന് മറ്റേ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളൊക്കെ തകരാറായി കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നന്നാക്കി വൃത്തിയാക്കുക. ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ മെച്ചം. ഇതാണ് ബേസിക് ആയിട്ട് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഓടുന്ന ട്രെയിനുകൾ എന്ന് പറയുന്നത് ബ്രോഡ് ഗേജ് ആണ്, വീതിയുള്ള ലൈനാണ്. എന്നാൽ എല്ലാ രാജ്യത്തും ബ്രോഡ് ഗേജ് ആകണമെന്നില്ല. ചിലയിടത്ത് മീറ്റർ ഗേജ് ആകും, കേപ്പ് ഗേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പൊ ആ രീതിയിലോട്ട് അതിന്റെ വീലുകളെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ മാറ്റണം. പിന്നെ അതാത് രാജ്യങ്ങളുടെ കളർ കോഡുകൾ, ചിലപ്പോൾ സുരക്ഷാ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചില റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് പ്രകാരം അത് രണ്ടാമത് സെറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. ചിലപ്പോൾ ബോഗിയൊക്കെ ചെറുതാവുകയും ചെയ്യും. ചെറുതാവില്ല, അതിന്റെ ഉള്ള ചില സംവിധാനങ്ങളിലൊക്കെ ചില ക്രമീകരണങ്ങളൊക്കെ വരും. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉദാഹരണം, ചില രാജ്യങ്ങൾക്ക് സൗജന്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിന് ഒരു 20 ലോക്കോമോട്ടീവ് എഞ്ചിനുകൾ കൊടുത്തിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് ഒരു 20 കൊടുത്തിട്ടുണ്ട്. മ്യാൻമാറിന് എഞ്ചിൻ നൽകുന്ന പരിപാടി ആലോചനയിലുണ്ട്, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്, മുൻപ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നുകൂടി നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് റെയിൽവേ ലൈനുകളിൽ വൈദ്യുതീകരണം ഏതാണ്ട് 90% പൂർത്തിയായിട്ടുണ്ട്. മിക്കയിടത്തും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ പഴയ ഡീസൽ എഞ്ചിനുകൾ ഇപ്പൊ ഉപയോഗിക്കുന്നത് മിക്കവാറും ഈ ഷണ്ടിങ് പോലുള്ള പരിപാടികൾക്കാണ്, അല്ലാണ്ട് ദീർഘദൂര ഓട്ടങ്ങൾ, പിന്നെ ചെറിയ റിമോട്ട് ഏരിയയിലോട്ടുള്ള പാസഞ്ചർ ട്രെയിനുകൾ ഇപ്പോഴും ചിലതൊക്കെ ഡീസൽ എഞ്ചിനുകളിൽ ഓടുന്നുണ്ട്. അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നത് കൊണ്ട്, സാമ്പത്തികമായി മെച്ചമില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് മാറ്റിയേക്കുന്നത്. പക്ഷേ ഈ പഴയ ഈ ചില വികസ്വര രാഷ്ട്രങ്ങളിൽ, ഇപ്പൊ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം ട്രെയിൻ സർവീസ് ഫുള്ളി ഇലക്ട്രിഫിക്കേഷനിൽ കൊണ്ടുവരാനായിട്ടുള്ള ഭീമമായ സാമ്പത്തിക ചെലവ് അവർക്ക് താങ്ങാൻ പറ്റില്ല. അവരിപ്പോഴും ഡീസൽ എഞ്ചിനുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവരടക്കമുള്ളവർ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇപ്പൊ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലും ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലും ഓടുന്ന മിക്ക ട്രെയിനുകളുടെ എഞ്ചിൻ ഇന്ത്യൻ നിർമ്മിതമാണ്. അപ്പോ ഈ രീതിയിൽ ഉള്ള പരിപാടിയാണ് നടക്കുന്നത്. പിന്നെ ഇതില് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതിന്റെ ഫുൾ ഫോം റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സർവീസ്, ഇപ്പൊ കയറ്റുമതി നടത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യൻ റെയിൽവേ നേരിട്ടല്ല ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒരു പൊതുമേഖലാ സ്ഥാപനം രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ റൈറ്റ്സ്, റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സർവീസ് എന്ന്. ഇത് കൂടാതെ സ്വകാര്യ മേഖലയിൽ പോലും ഈ നിർമ്മിച്ച്, അതായത് കമ്പോണൻസ് നിർമ്മിച്ചിട്ട് ചിലപ്പോൾ അതിന്റെ വീലുകളോ അങ്ങനെയുള്ളതൊക്കെ നിർമ്മിച്ച് കയറ്റി അയക്കുന്നതുമുണ്ട്. അപ്പൊ ആ രീതിയിലും നമ്മുടെ നാട്ടില് ഈ രീതിയിൽ ഉള്ള കയറ്റുമതി സാധ്യതകൾ നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേക്ക് ഫോർ ദ വേൾഡ് എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരു മുദ്രാവാക്യം തന്നെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ ലോകത്തിന് വേണ്ടി നിർമ്മിച്ച് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില വിദേശ രാജ്യങ്ങളിൽ അത്ഭുതകരമായ രീതിയിൽ ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ അതേ രൂപവും ഭാവവും ഉള്ള ട്രെയിനുകൾ അവിടെ ഓടുന്നു. അപ്പൊ ഇതെങ്ങനെ സാധിക്കുന്നു ചോദിക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിലെ പിന്നാമ്പുറ കഥകൾ ഇങ്ങനെ വരുന്നത്. നമ്മുടെ ഇവിടെ ഓടി നമ്മുടെ സേവനം കഴിഞ്ഞ ചില സംഗതികളെല്ലാം തന്നെ അതിന്റെ കളറും അതും ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടുന്ന് കയറ്റിയിരിക്കുകയാണ്. ട്രെയിൻ നമ്മുടെ കപ്പലുകളിൽ കയറ്റി അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞ ഇന്ത്യൻ റെയിൽവേക്ക് നമ്മുടെ നാട്ടിലുള്ള പാസഞ്ചർ സർവീസിലൂടെ അല്ലെങ്കിൽ ചരക്ക് കയറ്റ് ഇറക്കുമതി ചരക്ക് കടത്തിലൂടെ കിട്ടുന്ന വരുമാനത്തിനേക്കാൾ ഒരു വലിയൊരളവ് വരുമാനം ഈ കയറ്റുമതി സാധ്യതയിലൂടെ ഉണ്ടാകും. ചരക്ക് മാത്രമല്ല, നമ്മളെ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ്. അതെ. പിന്നെ ഒരു കാര്യം കൂടി പറയണം, ഈ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് കയറ്റി അയക്കുന്നു എന്ന് കരുതരുത്.
ചില പൊട്ടിപ്പൊളിഞ്ഞ് തീരെ പറ്റാത്ത ട്രെയിനുകളൊക്കെ സാധനങ്ങളയക്കില്ല. നമ്മൾ ആക്രി വിലക്ക് തൂക്കി വെക്കുക എന്നല്ലാണ്ട് അങ്ങോട്ട് കയറ്റി അയക്കുന്ന പരിപാടിയില്ല. പിന്നെ എവിടെയെങ്കിലും ഇതിനെ പൊട്ടും പൊടിയൊക്കെ ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് റീവെൽഡ് ചെയ്തിട്ട് കൊടുക്കുന്നുമുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിച്ചൊരു പുതിയൊരു ഇത്രയും രാജ്യങ്ങൾക്ക് കൊടുക്കുകയാണ്. ഞാൻ ചില രാജ്യങ്ങളുടെ പേര് പറയാം. നിലവിൽ 16ലധികം രാജ്യങ്ങളിലേക്ക് നമ്മുടെ പുതിയ സാമഗ്രികൾ പോകുന്നുണ്ട്. അതായത് അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, പിന്നെ ഓസ്ട്രിയ, കാനഡ, നേരത്തെ പറഞ്ഞതെല്ലാം എഞ്ചിൻ സാധനങ്ങൾ. പിന്നെ ഓസ്ട്രേലിയയും കാനഡയിലേക്കും മെട്രോ കോച്ചുകളാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഈ ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് BLW അവരുടെ നിർമ്മിച്ച എഞ്ചിനുകൾ മൊസാംബിക്ക്, സെനഗല്, ശ്രീലങ്ക, മ്യാൻമാർ, ബംഗ്ലാദേശ്, ഗിനിയ എന്നീ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ എഞ്ചിന്റെ തന്നെ ഒരു ടെക്നിക്കൽ ടൈമാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം. അതിന്റെ വേഗത മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സംഗതികളാണ്. അത് ഫ്രാൻസ്, മെക്സിക്കോ, റൊമാനിയ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ അവർ ഇന്ത്യൻ നിർമ്മിത സംഗതികൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോഗികള് UK, സൗദി, ഫ്രാൻസ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ LHB കോച്ചുകൾ നേരത്തെ നമ്മൾ പറഞ്ഞു അതായത് ജർമ്മൻ നിർമ്മിത സംഗതിയാണ്. പക്ഷെ അതിപ്പോ ഇവിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ആ സാങ്കേതികത ഉപയോഗിച്ചിട്ട്. ആ LHB കോച്ചുകൾ ഇപ്പോ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മൊസാംബിക് എന്നീ രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിടയിലാണ് ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സുപ്രധാന കരാർ വന്നത്. സൗത്ത് ആഫ്രിക്കയായിട്ട് ബന്ധപ്പെട്ട 2235 വാഗണുകൾ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. 30 ഡീസൽ ലോക്കോമോട്ടീവ് എഞ്ചിനുകളും വാങ്ങാൻ തീരുമാനിച്ചു. അതിന്റെ കരാർ തുക 4045 കോടി രൂപയാണ്. ഇത് പിന്നെ ഇപ്പൊ ബംഗ്ലാദേശുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ടെങ്കിലും ഈ ട്രെയിനിന്റെ കാര്യത്തിൽ അവരും ഇന്ത്യയുമായിട്ടൊരു കരാറുണ്ട്. നമ്മുടെ LHB ക്ലാസിഫിക്കേഷനിൽപ്പെട്ട ഉയർന്ന നിലവാരത്തിലുള്ള 200 കോച്ചുകൾ 900 കോടി രൂപയ്ക്ക് അവരും കരാറായിട്ടുണ്ട്. അപ്പോൾ റെയിൽവേയെ സംബന്ധിച്ച് നമ്മൾ പൊതുവിൽ പറയുമ്പോൾ ഈ ചരക്ക് കടത്തും പാസഞ്ചർ സർവീസിൽ നിന്ന് കിട്ടുന്ന പിന്നെ പരസ്യ വരുമാനം പോലുള്ളതൊക്കെയാണ് സംഗതികളെങ്കിലും ഇങ്ങനെ ഒരു മേഖലയിൽ കൂടി നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വലിയ രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ട്.